കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാമത്തെ അധ്യായം 14 തുടങ്ങി 17 വരെയുള്ള വേദവാക്യങ്ങൾ ദയവായിട്ട് ഒരാൾക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 14 തുടങ്ങി 17 വരെയുള്ള വേദവാക്യങ്ങൾ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് തുടർന്നുള്ള ചിന്തകൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള മിനിറ്റുകൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. കർത്താവ് നമ്മോട് എല്ലാവരോടും സംസാരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ആ കാലഘട്ടത്തിനകത്ത് യേശു ഒരു ഭാഗത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ തനിക്ക് മുന്നോടിയായി വന്ന ഭക്തനായ ഒരു മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. തനിക്കും ശിഷ്യന്മാരുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ പലരും പിന്നീട് യേശു കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്നു എന്നുള്ള ചരിത്രവും നമുക്കറിയാം. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ ആ മാനസാന്തര സ്നാനം ചെയ്ത ഒരുപാട് പേര് പിൽക്കാലത്ത് എഫെസോസിലൊക്കെ അങ്ങനെ ഉള്ളവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പൗലോസ് കടന്നു ചെല്ലുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. അവിടെയാണ് പൗലോസ് പറയുന്നത്, അങ്ങനെയല്ല, ഈ നിങ്ങൾ മാനസാന്തര സ്നാനം കഴിച്ചവർ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൂടെ എന്ത് ചെയ്യണം? സ്നാനം കഴിക്കണം എന്ന് പറഞ്ഞ് പിന്നീട് അവരെ സ്നാനപ്പെടുത്തുന്ന ഒരു ചിത്രമൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ യേശു കർത്താവ് ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും യേശു കർത്താവിന്റെ കൂടെയുള്ളവരെ കുറ്റം ചുമത്തുന്നതാണ് പിശാചിന്റെ പരിപാടി. അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം പിശാച് പലരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും യോഹന്നാന്റെ ശിഷ്യന്മാരും അവർ വന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അവരുടെ ന്യായമായിട്ടുള്ള ചോദ്യം ഇതാണ്, ഞങ്ങളും പരീശന്മാരും 1-2 ദിവസം ഉപവസിക്കുന്നു എന്നല്ല, വളരെ എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നു. നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവരുടെ ചോദ്യം ഇതാണ്, ഞങ്ങൾ വളരെ ഉപവസിക്കുന്നുണ്ട്, ഞങ്ങൾ മാത്രമല്ല പരീശന്മാരും ഉപവസിക്കുന്നു. പരീശന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ അവർ ഉപവസിക്കുന്ന, അവർക്ക് നിരന്തരമായ ഉപവാസത്തിന്റെ പ്രക്രിയകളുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. സ്തോത്രം. എന്നാൽ അവരൊക്കെ അങ്ങനെ ഉപവസിക്കുമ്പോൾ നിന്റെ ശിഷ്യന്മാര് ഇങ്ങനെയൊന്നും ഉപവസിക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അതെന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നില്ല? ഇതാണ് അവരുടെ ചോദ്യം. നിരന്തരമായി അനുവർത്തിച്ചു വരുന്ന, അല്ലെങ്കിൽ പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം, ആ സിസ്റ്റം എന്തുകൊണ്ട് യേശുവേ നിന്റെ ശിഷ്യന്മാർ ഫോളോ ചെയ്യുന്നില്ല, അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് യേശു കർത്താവിന്റെ മുൻപിലേക്ക് കടന്നു വരുന്നത്. യേശു അവരോട് പറയുന്ന മറുപടിയാണ് 15-ാമത്തെ വാക്യം തുടങ്ങി നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് യേശു തന്നെ ഒരു മണവാളനായിട്ട് ചിത്രീകരിച്ച് താൻ പറയുന്നത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പിക്കാൻ കഴിയുകയില്ല, മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞത് ഉപവസിക്കേണ്ടെന്നല്ല. ഹലോ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഉപവസിക്കേണ്ടെന്ന് കർത്താവ് എങ്ങും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉപവസിക്കാനുള്ള സമയമല്ല. കാരണം ഇപ്പോൾ അവരുടെ അരുമനാഥൻ അവരോട് കൂടെ ഉണ്ട്. എന്നാൽ പിരിഞ്ഞു പോകേണ്ടെന്ന ഒരു സമയം വരുമ്പോൾ അവർക്ക് ഉപവസിക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, യോഹന്നാനെ തടവിലാക്കിയിട്ടുണ്ട്. ആ തടവിലാക്കിയിരിക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക? അവർ വളരെ ഉപവസിച്ചും പ്രാർത്ഥിച്ചു അല്ല ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ യേശു ഇപ്പോൾ തടവിലായിട്ടില്ല.
താൻ സ്വതന്ത്രനായിട്ട് തന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന യോഹന്നാൻ തടവിലായതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഉപവസിക്കുന്നത്. എന്നാൽ ഞാൻ ഇവരെ വിട്ടുപോകേണ്ടുന്ന ഒരു നാഴിക വരും. ആ നാഴിക വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരും ഉപവസിക്കാനായിട്ട് തുടങ്ങും. സ്തോത്രം. അപ്പോൾ കർത്താവ് അതിനോട് ചേർത്ത് ഉപമാനമായി പറയുന്ന രണ്ട് കാര്യങ്ങളെ കൂടെ അതിന്റെ തൊട്ടു താഴേക്കുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കോടിത്തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെയായിത്തീരും. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വസ്ത്രം, ആ പുതിയ വസ്ത്രം പഴയ വസ്ത്രത്തോട് തുന്നിച്ചേർക്കാറില്ല. ചേർത്ത് കഴിഞ്ഞാൽ അതിന് രണ്ടിനും എന്ത് ചെയ്യും? അത് കേട് സംഭവിക്കും, അത് ചിന്തിപ്പോകുവാനായിട്ട് ഇടയാകും. സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്: പഴയ സിസ്റ്റത്തോട് പുതിയ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേർത്ത് വെക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അടുത്തതും അതുപോലെ തന്നെ ഒരു ഉദാഹരണം തന്നെ പറയുന്നു: പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. നോക്കിക്കേ, ഒന്ന്, പുതിയ തുണി പഴയതിനോട് ചേർത്ത് തുന്നരുത്. രണ്ട്, അവിടെ പറയുന്ന ഉദാഹരണം ഇതാണ്: ആ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിക്കകത്ത് എന്ത് ചെയ്യരുത്, വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ആ തുരുത്തി എന്ത് ചെയ്യും? പൊളിയും. മാത്രമല്ല ആ വീഞ്ഞു എന്ത് ചെയ്യും? നശിച്ചു പോകും. എന്ന് പറഞ്ഞാൽ കർത്താവ് അവരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കണം, പുതുമയെ നിങ്ങൾ ഇഷ്ടപ്പെടണം. സ്തോത്രം. പഴയതിനകത്ത് തന്നെ നിൽക്കാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, പുതിയത് ചെയ്യുവാൻ കൂടെ നിങ്ങൾ ആഗ്രഹിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: പഴയത് കുടിച്ചിട്ട് പഴയതാണ് ഏറ്റവും നല്ലതെന്ന് അന്നത്തുള്ളവർ എന്ത് ചെയ്യും? പറയും. സ്തോത്രം. കാരണം അവർ പുതിയത് എന്ത് ചെയ്തിട്ടില്ല, കുടിച്ചിട്ടില്ല. അപ്പോൾ യഹൂദ കൾച്ചറിനകത്ത് അവരിപ്പോഴും ആ പാരമ്പര്യങ്ങൾക്കകത്ത് ഇങ്ങനെയൊക്കെ പാടുള്ളൂ എന്നുള്ള ചിന്താഗതിക്കകത്ത് നിൽക്കുന്നവരോടാണ് സ്വർഗത്തിലെ ദൈവം പറയുന്നത്: ഇങ്ങനെയല്ല, ഒരു പുതിയ വീഞ്ഞുണ്ട്, അത് പുതിയ തുരുത്തിക്കകത്ത്, അതിന് വീര്യം കൂടുതലാ, അതിനെ വേണം നിങ്ങൾ ആഗ്രഹിക്കാൻ. ദൈവത്തിന് സ്തോത്രം. പഴയ സിസ്റ്റവും പുതിയ സിസ്റ്റവും തമ്മിൽ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് പുതിയതിനെ നിങ്ങൾ ആഗ്രഹിക്കണം. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്ത് നിന്ന് നമ്മോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചിന്ത ഇതാണ്: യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയാ, ഇത് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ഇത് തേജസ് കുറഞ്ഞു പോകുന്ന ശുശ്രൂഷയല്ല, ഇത് തേജസ്സിന്റെ ശുശ്രൂഷയാ. അതുകൊണ്ട് പുതിയത് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുമ്പോൾ എല്ലാം പുതിയതായി മാറട്ടെ. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ മനോവിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാം പുതുതായി മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ പുതിയത് ചിലത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ചെയ്യുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പഴയ സിസ്റ്റത്തിനകത്ത് കിടന്നിരുന്ന യഹൂദ ജനത്തോട് സ്വർഗത്തിലെ ദൈവം പ്രവാചകനിൽ കൂടെ ഒരു ദൂത് കൈമാറി. അത് യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദയവായിട്ടൊന്ന് വായിക്കണം. യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായം, അതിന്റെ 18-19 വേദവാക്യങ്ങൾ. മതി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്: നിങ്ങൾ പഴയതിനെ എന്ത് ചെയ്യണ്ട, ഓർക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും എന്ത് ചെയ്യാൻ പോവുക, ചെയ്യാൻ വേണ്ടി പോകുക. അവിടെയാണ് അവർ ഇതുവരെ കരുതിയിട്ടില്ലാത്ത, ഇതുവരെ വിചാരിക്കാത്ത ചിലത് സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി അങ്ങ് ചെയ്യുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ദൂത് മുൻകൂട്ടി അവരോട് പറഞ്ഞില്ലെങ്കിൽ അവർ പുതിയതൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കും. പഴയതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ഒരു ചിന്ത അവരെ ഭരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ജനത്തോടാണ് കർത്താവ് പറയുന്നത്: നിങ്ങൾ പഴയതിനെ ഓർക്കണ്ട, പുതിയതൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുക. ഇന്ന് പകൽ
പകലും ഇതിനകത്തിരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പഴയ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ പഴയതുപോലെ എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാനല്ല സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്ന് പലതും ചോദിച്ചു കാണാം, അതുപോലെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, അല്ലെങ്കിൽ അവർ ഉപവസിക്കുന്നുണ്ടല്ലോ അതുപോലെ ഞങ്ങൾക്കും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലല്ല, സ്വർഗത്തിലെ ദൈവം നിന്നെ പറ്റി അതല്ല ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അത് ഒഴുകിപ്പോകാതെ ഭദ്രമായിരിക്കുകയുള്ളൂ. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. പുതിയ വീഞ്ഞ് സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു പുതിയ തുരുത്തിയായി മാറാൻ ഇതിനകത്ത് എത്ര പേരെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പഴയ ചിന്താഗതികൾ എല്ലാം എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് വിശ്വാസത്തിന്റെ ചില പുതിയ പ്രവർത്തികൾ ചെയ്യാൻ, ദൈവത്തിന് സ്തോത്രം, നിയോഗത്തോടെ പുതിയ ചിലത് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുമ്പോൾ എത്ര പേര് ഈ ദൂതിന് ആമേൻ പറഞ്ഞു ഏറ്റെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ പുതിയത് ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ വിമർശനങ്ങൾ ഒരുപാടുണ്ടാകാം. പലരും കുത്തുവാക്കുകളും പരിഹാസത്തിന്റെ വാക്കുകളും, അയ്യോ ഇത് ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ നമ്മളോട് പറയാം. ദൈവത്തിന് സ്തോത്രം. അവിടെ നീ തകർന്നു പോകരുത്. നിന്നിലൂടെ ഒരു പുതിയ പ്രവൃത്തി ചെയ്യാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് ഇവിടെ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് സ്തോത്രം ഒരു നൈറ്റ് പ്രയറിനകത്ത് വന്ന കർത്തൃദാസൻ യാദൃച്ഛികമായിട്ട് ഇതുവഴി പോവായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, വാ ഞാൻ ഭക്ഷണമൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് താഴെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ പോകണ്ട, ഞങ്ങൾ മേളിൽ പ്രാർത്ഥന നടക്കുകയാണ്, അതുകൊണ്ട് അവിടെ നിന്ന് കയറി വന്ന് ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വചനം എന്തെങ്കിലും ഒരു ദൂത് കൈമാറിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അന്ന് ചുരുക്കം ചില പേരെ ഇതിനകത്തുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ജോയങ്കള്, തങ്കമണി ആൻറ്റി, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒരു രാത്രിയിൽ ഞങ്ങൾ കുറച്ച് പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. അന്ന് ആ ദൈവദാസം വന്ന് അറിയിച്ച അരുളപ്പാടിതായിരുന്നു, പുതിയത് ചിലത് സഭയിൽ കൂടെ ചെയ്യുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന്. സ്തോത്രം. ഞാൻ അന്ന് ആ ദൂത് ഏറ്റെടുക്കുമ്പോൾ സ്തോത്രം, ഇതെങ്ങനെ വിശുദ്ധ സഭയോട് കൺവേ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവം ഇത് പൊതുവിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്തൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. സ്തോത്രം. കാരണം മറ്റൊന്നല്ല, ചിലത് പുതുതായിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പഴയതുമായി ഇരിക്കുന്ന പലരും ഇതിനകത്ത് കാണാം. എന്നാൽ ഇന്ന് പകൽ ഈ ദൂത് അങ്ങനെയുള്ളവരോട് ചേർത്ത് പറയുകയാണ്, ഒരു പുതിയ തുരുത്തിയാകാൻ നീ ശ്രമിക്കണം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ചില അത്ഭുതങ്ങൾ കാണാൻ കഴിയാത്തത്, ചില വിടുതലുകൾ കാണാൻ കഴിയാത്തതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ശീലിച്ചു വന്ന പല സിസ്റ്റങ്ങളും ഉണ്ട്, നമ്മൾ കണ്ട് പരിചയിച്ച പല രീതികളും ഉണ്ട്. അല്ലല്ല, അതിൽ കൂടെ അല്ല നിനക്ക് വിടുതൽ. അതിനപ്പുറമായി പുതിയതൊന്ന് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ഒരു പുതിയ തുരുത്തിയായി നീ മാറണം. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുൻപിലേക്കൊന്ന് വെക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 12 വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 25 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മതി. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം നമുക്കേറെ കാണാപ്പാടമാണ്. സ്തോത്രം. അപ്പൊ 12 വർഷമായിട്ട് ഒരു സ്ത്രീ രക്തസ്രവമെന്ന അതിമാരകമായ ഒരു രോഗത്താൽ പിടിപെട്ട് താൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അന്നത്തെ കാലത്ത് ന്യായപ്രമാണ സംബന്ധമായി ഇങ്ങനെയുള്ളവർക്ക് പൊതുവിൽ വരാൻ യാതൊരു അനുമതിയില്ല. ദേവാലയത്തിലാകട്ടെ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്താകട്ടെ ഇങ്ങനെ ഒരാൾക്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ 12 വർഷമായിട്ട് അവളുടെ ശരീരത്തിൽ നിന്ന് ഈ രോഗം അല്ലെങ്കിൽ ഈ രക്തം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൾ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ, ഏതൊക്കെ വൈദ്യന്മാരെ കാണിക്കാൻ പറ്റുമോ, ഇതൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഒരു വിടുതലില്ല. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയം, 12 വർഷമായിട്ടും അവൾ മരിച്ചില്ല എന്നുള്ളതാ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളതാ അതിന്റെ യാഥാർത്ഥ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ ഞെക്കി ഞെരുക്കി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അതിന്റെ നടുവിലൊന്നും തകർന്നു പോകാതെ നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു ദിവസം ഒരു വിടുതൽ വെളിപ്പെടാനുണ്ട്. ഇന്ന് പകൽ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? നാളുകളായി നിന്നെ അലട്ടുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഒരു ദിവസം ഒരു വിടുതൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. അതേ, ഒരു വിടുതൽ വെളിപ്പെടാനുണ്ടെന്നേ.
ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, 12 വർഷമായി ഈ സ്ത്രീയുടെ അടുക്കലേക്ക് ആരും പോകുന്നില്ല. നമുക്കറിയാം, വല്ലാത്ത ദുർഗന്ധം ആ സ്ത്രീയുടെ മേൽ കാണാം. സ്തോത്രം. പൊതുവിൽ ഇറങ്ങി നടക്കുന്നതിന് ഒരുപാട് പരിമിതികളുള്ള ഒരു സ്ത്രീ. പക്ഷേ ഇതുവരെ ചെയ്യാത്ത ഒരു പ്രവൃത്തി. അതിനു മുമ്പൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ കർത്താവ് പലരെയും അങ്ങോട്ട് ചെന്ന് തൊടുക. സ്തോത്രം. നിനക്ക് എന്താ ആവശ്യമെന്ന് കുഷ്ഠരോഗിയോട് ചോദിക്കുന്നു. വേറെ പലരോടും ചോദിക്കുന്നു, ഇത് ചെയ്തു തരുവാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ നോക്കിക്കേ, അവിടെയെല്ലാം വേറെ മെത്തേഡുകളാ കർത്താവ് യൂസ് ചെയ്തത്. കർത്താവ് ചെന്ന് കരം വെക്കുന്നു, ചിലരോട് വാക്കുകൊണ്ട് പറയുന്നു, പൊക്കോ, നിന്റെ മകൾ എന്ത് ചെയ്തിരിക്കുന്നു? വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ സ്തോത്രം, ഇതുവരെ ചെയ്യാത്ത, ആരും ട്രൈ ചെയ്തു നോക്കാത്ത ഒരു പുതിയ പ്രവൃത്തി ഈ സ്ത്രീ ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ? അവൾ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ കർത്താവിന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ എന്റെ രോഗത്തിന് ശമനം വരും. അത് പുതിയതാ, അത് പുതിയൊരു തീരുമാനമാ, അത് വിശ്വാസത്തിന്റെ നിയോഗമാ. ഇന്ന് പകൽ അങ്ങനെ മുന്നോട്ട് വന്നവളെ സ്വർഗത്തിലെ ദൈവം ആദരിച്ച ചരിത്രമാ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൾക്കറിയാം, ഒരിക്കലും ഒരു യഹൂദനും എന്റെ മുമ്പിലേക്ക് എന്ത് ചെയ്യത്തില്ല, വരുത്തില്ല, വരാൻ കഴിയത്തില്ല. അന്നത്തെ ന്യായപ്രമാണം അതാ. കാരണം യേശുവിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു യഹൂദനും പോകാൻ പറ്റുന്നില്ല. ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, പാളയത്തിന് പുറത്ത് കിടക്കേണ്ടി വരും 7 ദിവസം. സ്തോത്രം. അശുദ്ധനായി മാറും, അശുദ്ധയായി മാറും. ഇങ്ങനെയുള്ള പ്രമാണം നിൽക്കുമ്പോൾ അവൾ അത് തിരിച്ചറിഞ്ഞിട്ട് വിശ്വാസത്തിൽ ഒരു പുതിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട് തുടങ്ങി. അവൾക്ക് ആൾക്കൂട്ടം ഒരു വിഷയമല്ലാതായി മാറി. അവളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അവൾ മുന്നോട്ട് കടന്നു വരിക. മുന്നോട്ട് കടന്നു വന്ന് യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ ക്ഷണത്തിൽ ദൈവത്തിന്റെ രോഗസൗഖ്യം അവളുടെ മേൽ വ്യാപരിച്ചെങ്കിൽ ഒറ്റ കാര്യമേ അതിനകത്ത് നിന്ന് പറയാനുള്ളൂ, വിശ്വാസത്തിന്റെ ഒരു പുതിയ പ്രവൃത്തി അവൾ ചെയ്തു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. നാളിതുവരെ നീ പരിചയിച്ച രീതിയിലല്ല സ്വർഗത്തിലെ ദൈവം നിനക്ക് വിടുതലയക്കാൻ വേണ്ടി പോകുന്നത്. അതിനപ്പുറമായി ചിലത് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ നീ നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ, മനോവിചാരങ്ങളെ ഒന്ന് വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാമെങ്കിൽ നിനക്ക് വേണ്ടി ഒരു പുതിയ പ്രവൃത്തി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാലോ, ഏലീശയുടെ വീടിന് മുമ്പിൽ ഒരു വലിയ വാഹനം വന്നു. അതിനകത്ത് സ്വർണവും എന്ന് വേണ്ട സകല വിധത്തിലുള്ള സമ്മാനങ്ങളും ഉണ്ട്. സ്തോത്രം. നയമാനാണ് വന്ന് നിൽക്കുന്നത്. ഏലീശ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ടില്ല. അവനോട് പറഞ്ഞു, അടുത്തുള്ള യോർദാനിൽ പോയി നീ എന്ത് ചെയ്യും, 7 വട്ടം മുങ്ങാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയമാന് ഭയങ്കര ദേഷ്യമായി. നയമാൻ പറയാണ്, അവനിപ്പോൾ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് കൈവീശി കാണിച്ച് എന്നെ ഇങ്ങനെ വിടുവിക്കൂ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. നോക്കിക്കേ, അവന്റെ ചിന്ത പോലെയല്ല അവിടെ നടന്നത്. ഇതുവരെ ചെയ്യാത്ത പുതിയതൊന്ന് ഏലീശയുടെ നാവിൽ നിന്ന് പുറത്തു വരിക. യോർദാനിൽ പോയി, അത് കലക്കവെള്ളമാണെങ്കിലും എന്ത് വെള്ളമാണെങ്കിലും നീ അവിടെ പോയി 7 വട്ടം എന്ത് ചെയ്യണം, മുങ്ങണം. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അപ്പോൾ കൂടെ നിന്ന പരിചാരകന്മാർ പറഞ്ഞു, ഇതിനും വലിയൊരു കാര്യം പറഞ്ഞാൽ നീ അത് ചെയ്യത്തില്ല, ഇത് ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി ചെയ്യാൻ പറഞ്ഞു. നോക്കിക്കേ, അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അവൻ ചെന്ന ആ യോർദാനിൽ മുങ്ങുമ്പോൾ 1 പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി. നോക്കിക്കേ, 7ാമത്തെ പ്രാവശ്യം മുങ്ങിപ്പൊങ്ങുമ്പോൾ തൻ്റെ ശരീരത്തിനകത്ത് വലിയൊരു വ്യത്യാസം സംഭവിക്കുക. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെയുള്ള രീതിയല്ല അത്. ദൈവത്തിന് സ്തോത്രം. അതിനപ്പുറമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പുതിയൊരു രീതി അവലംബിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ വിടുതലുകൾ വെളിപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ചില വിടുതലുകൾക്ക് തടസ്സം എന്താണെന്നറിയാമോ? നമ്മുടെ ചില പഴയ രീതികളാണ്. നമ്മളതൊന്നും വിട്ടുവരാൻ എന്തല്ല, സ്തോത്രം, നമ്മൾ ഒരുക്കമല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പുതുക്കത്തിന്റെ പരിശുദ്ധാത്മാവ്, പുതുമകളെ ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, ആ നിലകളിലേക്ക് നമ്മുടെ ഹൃദയ വിചാരങ്ങളും മനോഭാവങ്ങളും ഒന്ന് മാറ്റിയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതലുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനെ പരാക്രമശാലി എന്ന് വിളിച്ച ഒരു ചിത്രം, ഒരു രംഗം വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6ാമത്തെ അധ്യായം, അതിന്റെ 11ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗിദെയോന്റെ ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6ാമത്തെ അധ്യായം
11-ാമത്തെ വാക്യം വായിച്ചേ. അപ്പൊ മിദ്യാനരുടെ കയ്യിൽ ഗോതമ്പ് പെടാൻ പാടില്ല. അതിനുവേണ്ടി താൻ ചെയ്ത ഒരു പ്രവൃത്തി, ഇതിനെ മുന്തിരിച്ചക്കിനകത്ത് വെച്ച് എന്ത് ചെയ്യാം, മെതിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സാധാരണ ആരും ഇങ്ങനെ ചെയ്യാറില്ല. കാരണം മുന്തിരിച്ചക്കിനകത്ത് ഏതേ മെതിക്കാൻ പാടുള്ളൂ, മുന്തിരിയെ മെതിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ഗിദെയോൻ ചെയ്യുന്ന പരിപാടി, സ്തോത്രം, ഗോതമ്പ് മെതിക്കേണ്ടുന്ന വേറെ ചക്ക അവിടെ ഉണ്ട്. പക്ഷെ അവിടേക്ക് പോകാതെ ഇത് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്തയോടുകൂടെ ദൈവത്തിന് സ്തോത്രം മുന്തിരിച്ചക്കിനകത്ത് വെച്ച് ഗോതമ്പ് മെതിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, ഈ കാര്യങ്ങളെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സെയിം കാര്യം വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതിൻ്റെ അകത്താണ് പുതുമയുള്ളത്. സ്തോത്രം. അല്ലെങ്കിൽ ആ വ്യത്യസ്തതയില്ലാതെ എല്ലാവരും ചെയ്യുന്നത് പോലെ എല്ലാം അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് എന്താ ഒരു പുതുമ? സ്തോത്രം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. ഈ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ, സ്തോത്രം, ഞാനിപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാണെന്നിരിക്കട്ടെ, അപ്പൊ ഞാനിങ്ങനെ പലതും ഇങ്ങനെ നോക്കിയിട്ട് അതുപോലെ ഒരെണ്ണം ചെയ്തു വെക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അന്തരാത്മാവിൽ നിന്ന്, എടാ ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവത്തിന് വേണ്ടതല്ല. ദൈവത്തിന് വേണ്ടത് എൻ്റെ പുതുമയാ ദൈവത്തിന് വേണ്ടത്. ദൈവം എന്നെ അങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്തോത്രം. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റിപ്പിടിക്കും, വേറെ സ്റ്റൈലിലോട്ട് എന്ത് ചെയ്യും? കൊണ്ടുവരും. എന്നിട്ട് അത് നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഒരുപാട് ന്യൂനതകൾ കാണാം, ഒരുപാട് പോരായ്മകൾ കാണാം. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് അത് ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞ് പലപ്പോഴും ചില കളിപ്പാട്ടങ്ങളൊക്കെ മണ്ണ് കൊണ്ടൊക്കെ കൊണ്ടുവരും. ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞായിരിക്കും ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അതിന് വേണ്ട വിധത്തിലുള്ള ഷേപ്പ് ഉണ്ടാകത്തില്ല, വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ എത്രമാത്രം സന്തോഷം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ളൊരു പുതുമയാ. ഇവിടെ ഗിദെയോനെ പരാക്രമശാലി എന്ന് വിളിക്കാൻ കാരണമെന്ന് പറയുന്നത്, എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ല അവൻ ചെയ്തത്. അവനൊരു വ്യത്യസ്ത രീതിയിൽ കാര്യങ്ങളെ ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം അവന്റെ മേലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് അയക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല നിന്നെ സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നത്. നിന്റെ ശുശ്രൂഷകൾ വ്യത്യസ്തമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ പാട്ട്, നിന്റെ ആരാധന, നിന്റെ കയ്യടി എന്ന് വേണ്ട സകലത്തിനകത്തും ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം, ഒരു പുതുമയുണ്ടായിരിക്കണം. ആ പുതുമയാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം സ്വർഗത്തിലെ ദൈവം പുതിയത് ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ഒരിക്കലും ഈ പത്രോസിന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ജാതീയ ചിന്ത കയറി കിടക്കുക. യഹൂദനല്ലാത്ത ഒരാളുടെ വീട്ടിലും പുള്ളി പോവാറില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോപ്പയിൽ താനായിരിക്കുക. ഉച്ച സമയത്ത് ഭക്ഷണം ക്രമീകരിക്കുന്ന സമയം തനിക്ക് തോന്നി അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാം. വെൺമാടത്തിങ്കൽ പ്രാർത്ഥനയ്ക്കായിട്ട് കയറുന്ന സമയം ആത്മവിവശതയിലായി ഒരു ദുപ്പട്ടിയുടെ ദർശനം താനിങ്ങനെ കാണുകയാണ്. അതിൽ യഹൂദന് കഴിക്കാൻ പാടില്ലാത്ത ജന്തുക്കൾ ഉൾപ്പെടെ പലതും അതിനകത്തുണ്ട്. അവിടെ നിന്ന് 3 വട്ടം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇതിനെ അറുത്ത് നീ ഭക്ഷിക്കണം. സ്തോത്രം. ഉടനെ പത്രോസ് പറയാണ്, കർത്താവേ, ഒരിക്കലും പാടില്ല, അശുദ്ധമായതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ പത്രോസിന് അത് തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി. ദൈവം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. സ്തോത്രം. നമുക്ക് കാണാൻ കഴിയുന്നത്, അടുത്ത നിമിഷത്തിൽ തന്നെ തേടി 3 പേര് ആ വീടിന് താഴെ വന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറയുകയാണ്, നീ ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ ഇറങ്ങിപ്പോകുക. നമുക്കറിയാം, കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റങ്ങളെ പൊളിക്കുക. അവിടെ ദൈവത്തിന് സ്തോത്രം. ഒരു യഹൂദനും ഒരു അന്യജാതിക്കാരന് വീട്ടിലും പോകാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ട് ആ സിസ്റ്റത്തെ പൊളിച്ച് ജാതികളുടെ ഇടയിലേക്ക് സ്വർഗത്തിലെ ദൈവം അയച്ച സുവിശേഷം കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പഴയ സിസ്റ്റം കൊണ്ടിരുന്നാൽ ജനം വിടുവിക്കപ്പെടുകയില്ല, ജനം രക്ഷ പ്രാപിക്കത്തില്ല. ഈ കാലഘട്ടത്തിന് ആവശ്യം പുതുമയുള്ള ശുശ്രൂഷകൾ, പാരമ്പര്യത്തിന്റെ രീതികൾ മാറ്റിവെച്ചിട്ട് പുതുമയുള്ള ശുശ്രൂഷകളിലേക്ക് സഭ നടന്നു കയറുവാൻ ഈ സഭയെയും പറ്റി സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരെയും പറ്റി സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ എത്ര പേര് മനസ്സൊരുക്കത്തോടെ അതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകും? ചില മിനിറ്റുകൾ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ.
അന്യഭാഷകളിൽ ചില മിനിറ്റുകൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ചില പുതിയത് ഇതിനകത്ത് ചെയ്യുവാൻ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ചെയ്യുവാൻ പുതുക്കങ്ങളെ ആഗ്രഹിക്കുന്ന, പുതുമകളെ കൊണ്ടുവരുന്ന സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ എത്ര പേര് അതെന്നിൽ കൂടെ ഒന്ന് നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ചില മിനിറ്റുകൾ കരകളെ അടിച്ച് വായ്കളെ തുറന്ന് നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ, എങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിയുമോ, എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? ഉടകമന അറികതര വൈഡാറി കാമന, ഇതുവരെ പറഞ്ഞ അന്യഭാഷയ്ക്കപ്പുറമായി ചില പുതിയ വാക്കുകളുടെ ഇന്ന് പറയത്തക്കവണ്ണം ഉടകമന അറികതന വൈഡാറി കാമന ശബാബാബാബാബാ ഒരു പുതിയ വീഞ്ഞിനെ നിന്റെ മേൽ പകർന്നു തരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ പഴയ തുരുത്തിയും കൊണ്ട് നീ ഇരിക്കരുത്, അത് പൊളിഞ്ഞു പോകും. ഒരു പുതിയ തുരുത്തിയായി ഇന്ന് പകൽ നീ മാറുക. ശ്രേഷ്ഠമായ മാധുര്യമേറിയ പുതുവീഞ്ഞ് നിന്റെ മേൽ പകർന്നു തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ആഗ്രഹിക്കുമ്പോൾ ഹൃദയ വിചാരങ്ങൾക്കകത്തൊരു ചേഞ്ച് വരട്ടെ. വിമർശനത്തിന്റെ വാക്കുകൾ, വിമർശനത്തിന്റെ മനോഭാവങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നിൽ നിന്ന് ഇപ്പോൾ നീങ്ങി മാറട്ടെ. പണ്ടാരോ ചെയ്തു വെച്ച സിസ്റ്റത്തിനകത്തല്ല, സംവിധാനങ്ങൾക്കകത്തല്ല നീ പോകേണ്ടത്. അതിനപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് നിന്നിൽ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിന്റെ സഭയിൽ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, നിന്റെ കുടുംബത്തിൽ കൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ, അതിനു വേണ്ടി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിന്റെ പ്രാർത്ഥനകൾക്കകത്ത് ഇന്ന് പകൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്തൊരു ചേഞ്ച് ഇന്ന് പകൽ സ്വർഗത്തിന് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനാ വാചകങ്ങൾക്കകത്ത് ഒരു ചേഞ്ച് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ പുതുമകളെ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഇറങ്ങി വ്യാപരിക്കുകയാണ്. വിമർശനത്തിന്റെ സ്വരവുമായി വന്നവരോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഒരു പുതിയ വീഞ്ഞ് പകരുന്നത് പുതിയ തുരുത്തിയിലാണ്. അതുപോലെ ഒരു പുതിയ തുരുത്തിയായി നിങ്ങൾ മാറാതിരിക്കുകയാണെങ്കിൽ ഒരത്ഭുതവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇന്ന് പകൽ അതുപോലെയല്ല നാം ആയിരിക്കേണ്ടത്. അത്ഭുതങ്ങൾ കാണുന്ന, അടയാളങ്ങൾ കാണുന്ന, വീര്യപ്രവൃത്തികൾ കാണുന്ന ഒരു തലമുറയായി, ഒരു സഭയായി, ഒരു ശുശ്രൂഷകനായി, ഒരു ശുശ്രൂഷകയായി പന്ത്രണ്ട് വർഷത്തെ അസുഖത്തിന് അവളൊന്ന് മാറി ചിന്തിച്ചപ്പോൾ വിടുതലായെങ്കിൽ ചില നാളുകളായി, ചില വർഷങ്ങളായി നിന്നെ പിടിച്ചു മുറുക്കുന്ന ചില പാരമ്പര്യ രോഗങ്ങൾക്കകത്ത്, ചില ശാപക്കെട്ടുകൾക്കകത്ത് ഇന്ന് പകൽ നീ ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ എപ്പോൾ ചിന്തകൾക്ക് മാറ്റം വന്നോ, എപ്പോൾ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നോ, അവിടെയാണ് വിടുതൽ വ്യാപരിച്ചത്.
സ്വന്തം പട്ടണത്തിലേക്ക് യേശു കടന്നു ചെന്നു. അവർക്ക് യേശുവിനെ നല്ലവണ്ണം അറിയാം. ഇവൻ തച്ചന്റെ മകനാണ്, ഇവൻ യോസഫിന്റെ മകനാണ്, യോസയുടെയും യൂദയുടെയും സഹോദരനാ. ഇവന്റെ സഹോദരിമാര് നമ്മോടുകൂടെ ഉണ്ട്. ഇവനെ നമുക്ക് നല്ലവണ്ണം അറിയാം. ദൈവത്തിന് സ്തോത്രം. ആ അറിവിൽ നിന്നുകൊണ്ട്, ആ പരിചയത്തിൽ നിന്നുകൊണ്ട് അവര് യേശുവിന്റെ വാക്കിനെ തട്ടിക്കളഞ്ഞപ്പോൾ നോക്കിക്കേ, ഹൃദയ വിശാലതയോടെ ഏറ്റെടുത്ത യേശുവിനെ അടുത്ത പട്ടണങ്ങൾക്ക് അവൻ അനുഗ്രഹമായി മാറിയെങ്കിൽ സ്വന്തം പട്ടണത്തിലുള്ളവർക്ക്, സ്വന്തം ഗ്രാമത്തിലുള്ളവർക്ക് ആ വിടുതൽ ലഭിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ? ചില മുൻവിധികളും, ദൈവത്തിന് സ്തോത്രം, ചില അതിപരിചയത്വങ്ങളും അവരുടെ വിടുതലിന് തടസ്സമായി നിന്നോ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മുൻവിധികളില്ലാതെ ചിലത് ഏറ്റെടുക്കുവാൻ തയ്യാറായപ്പോൾ ഒരു കൂട്ടം ജനത്തിന് അത് വിടുതലായി മാറിയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം, എല്ലാ മുൻവിധികളും കണ്ടു പരിചയിച്ച എല്ലാ രീതികളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഒന്ന് നീങ്ങി മാറട്ടെ. ഇന്ന് പകൽ ആരാധിച്ച് ജയമേറ്റെടുക്കുന്ന ഒരു കൂട്ടമായി, പുതിയത് ചെയ്ത് മുന്നേറുന്ന ഒരു വിശുദ്ധ കൂട്ടമായി എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല. ഓ ഗോതമ്പ് ജല മുന്തിരി ചെക്കുകൾക്കകത്ത് മെതിക്കുന്ന ചിലരെ സ്വർഗത്തിലെ ദൈവം തിരയുന്നുണ്ട്. പത്രോസേ, നിന്റെ ഹൃദയ വിചാരങ്ങൾ മാറാതിരിക്കുന്നിടത്തോളം കാലം ജാതികൾക്ക് വിടുതലില്ല എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. പത്രോസിന് ഒരുപാട് വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് മറ്റാരും പറഞ്ഞില്ല, അത് പറഞ്ഞത് പത്രോസാ. അപ്പൊ നല്ല വെളിപ്പാടുണ്ട്. അവൻ നടന്നു നീങ്ങുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നിഴൽ അത് തട്ടി രോഗികളൊക്കെ സൗഖ്യമാകുന്നുണ്ട്. കാര്യം ശരിയാ, ദൈവത്തിന് സ്തോത്രം. എന്നാലും ദൈവം ആഗ്രഹിക്കുന്ന ചിലതുകൂടെ അവനിൽ കൂടെ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അതിന് പത്രോസിന്റെ ഹൃദയ വിചാരങ്ങൾക്കകത്ത്, അവന്റെ മനോഭാവങ്ങൾക്കകത്തൊരു വ്യത്യാസം വരണമായിരുന്നു. മറ്റാര് എന്ന് പറഞ്ഞാലും പത്രോസ് കേൾക്കുകയില്ല, പത്രോസ് അനുസരിക്കത്തില്ല. എന്നാൽ നോക്കിക്കേ, ഒരു ആത്മവിവശത അവന്റെ മേലേക്ക് ഇട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ദുപ്പട്ടി ഇറങ്ങി വരുന്ന ദർശനം അവന് കൊടുത്തിട്ട് അവന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾക്കകത്ത്, അവന്റെ മനോഭാവങ്ങൾക്കകത്ത് ഒരു വ്യത്യാസം വരുത്തി ദൈവം അവനെ ചിലത് പഠിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് ജാതികൾക്ക് അവനൊരു അനുഗ്രഹമായി മാറിയെങ്കിൽ ഇന്ന് പകൽ അതുപോലെ 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 ജാതികൾക്ക് അനുഗ്രഹമായി മാറേണ്ട ചിലത് ജാതികൾക്ക് അനുഗ്രഹമായി മാറേണ്ട ചിലത് ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുമ്പോൾ നിന്റെ ഹൃദയ വിചാരങ്ങൾക്കകത്തൊരു വ്യത്യാസം വരട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരുക്കി വെച്ച ആ പുതിയ വീഞ്ഞുണ്ട്, അത് ഒഴുകിപ്പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അത് കാത്ത് പരിപാലിക്കപ്പെടണമെങ്കിൽ ആ തുരുത്തി പുതുതായിട്ട് മാറണം. ഇന്ന് പകൽ നമ്മുടെ തുരുത്തികളൊക്കെ ഒന്ന് പുതുതാക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ സ്തോത്രം. എത്ര പേര് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്? ശുശ്രൂഷകളെ ഒന്നും നമ്മൾ വിമർശിക്കരുത്. ഒരാൾ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അത് ബൈബിളിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വിമർശിക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു കർത്താവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ പല നിലകളിലാണ് യേശു കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുള്ളത്. തൊട്ട് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, സംസാരിച്ച വാക്കുകൾ കൊണ്ട് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കണ്ണിന് അന്ധത പിടിച്ചവർ തന്റെ മുമ്പിൽ വന്നപ്പോൾ ചിലരെ ഊരിന് പുറത്തു കൊണ്ടുവന്ന് വിടുവിച്ചിട്ടുണ്ട്. തുപ്പലെടുത്ത് തേച്ച് അത് കണ്ണിൽ പുരട്ടി അങ്ങനെ വിടുവിച്ചിട്ടുണ്ട്. ചിലരോട് സൗഖ്യമാകെന്ന് പറഞ്ഞപ്പോൾ വിടുവിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഓരോ രീതികളും വ്യത്യസ്തമാണ്. ഈ കാലഘട്ടത്തിന് പരിശുദ്ധാത്മാവ് അങ്ങനെയാ ചെയ്യുന്നത്. എന്നൊരു കാര്യം ഉറപ്പായിട്ടും പറയാം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷകളെ ഒന്ന് ആര് ചെയ്താലും നമ്മൾ വിമർശിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയില്ല
അത് ദൈവവും പരിശുദ്ധാത്മാവും ആ മനുഷ്യനോട് ഇടപെട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിൽ അതിനെ വെറുതെ വിമർശിച്ചിട്ട് നിന്റെ അനുഗ്രഹങ്ങൾക്ക് അത് തടസ്സമായി മാറരുത്. ഇത് പകലിൽ എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് തെറ്റേറ്റു പറയാൻ ഒരു നിമിഷത്തെ ഒന്ന് വേർതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഏതെങ്കിലും ശുശ്രൂഷകളെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരത്തിൽ കൂടെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിപ്പാനായിട്ടുള്ളൊരു സമയത്തെ വേർതിരിക്കുക. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ചിലത് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നല്ലൊരു മനസ്സിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി തന്നാട്ടെ കർത്താവേ. കർത്താവ് ദിവസങ്ങളിൽ കർത്താവേ ഒരു പുതിയ ശുശ്രൂഷയുടെ തലത്തിലേക്ക് സഭ ഒന്നടങ്കം കയറി വരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തമ്പുരാൻ കൃപ ചെയ്യേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ.